ഭാഗ്യലക്ഷ്മി പറയുകയാണ്, സംഭവിച്ചത് എന്താണെന്നൊക്കെ പിന്നീട് ഞങ്ങൾ പറയാം. ഇപ്പോൾ ആരോട് എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കും. മോൾ അറിയാതെ എങ്ങനെ ഇതൊക്കെ നടക്കുമെന്ന്. ഐസ്ക്രീമിലും കുടിക്കുന്ന വെള്ളത്തിലുമൊക്കെ മയക്കുമരുന്ന് കലർത്തി പെൺകുട്ടികളുടെ മാനം കളയുന്ന കാലമാണിത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. സംഗതി ശരിയായിരിക്കാം, പക്ഷെ എല്ലാരും അതൊക്കെ വിശ്വസിക്കണ്ടേ സാറേ? വാ മോളെ എന്നും പറഞ്ഞ് അയാൾ ആ പെൺകുട്ടിയെയും കൂട്ടി തിരികെ പോവുകയാണ്. സങ്കടപ്പെട്ട് ദിയയുടെ കൈ പിടിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് അകത്ത് നിൽക്കുന്ന ദീപ ഫോൺ എടുത്ത് നോക്കുകയാണ്. ഫോണിലെ വാർത്തകൾ കണ്ട് ആകെ സങ്കടപ്പെട്ട് കരയുകയാണ് ദീപ. ദീപ ഫോൺ നോക്കുന്നത് കണ്ട് മോളേന്ന് വന്ന് വിളിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. കരഞ്ഞുകൊണ്ട് ദീപ പറയുകയാണ്, അമ്മേ എന്താ ഇതൊക്കെ, എനിക്കൊന്നും അറിയില്ല. അമ്മയ്ക്കറിയാം മോൾക്കൊന്നും അറിയില്ല എന്ന്. മോള് വിഷമിക്കേണ്ട, മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി, അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ ചേച്ചിയെ ട്രാപ്പ് ചെയ്തതാണ്. ആകെ നിരാശയായി നിന്ന് കരയുകയാണ് ദീപ. ദീപയുടെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ ദീപയെ ആശ്വസിപ്പിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. മോളൊന്നും ആലോചിക്കേണ്ട, ഈ മൊബൈലൊന്നും നോക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് ദീപയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ദീപ ചോദിക്കുകയാണ്, എല്ലാവരും കണ്ടല്ലേ, എല്ലാവരും അറിഞ്ഞല്ലേ? അത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന വിജയകുമാർ ദേഷ്യത്തോടു കൂടി പറയുകയാണ്, ഇല്ലടി, എല്ലാവരും അത് കണ്ടിട്ട് കാണാതങ്ങ് മായ്ച്ചു കളഞ്ഞു. ഇനി എന്തിനാണ് ജീവനോടെ ഇരിക്കുന്നത്, പോയി ചത്തൂടെ എന്ന് ദീപയോട് ചോദിക്കുകയാണ്. കൊല്ലാൻ പറ്റില്ല, പക്ഷേ മരിക്കുന്നതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പോയി സ്വയം തീർക്കാൻ. പക്ഷെ വാവിട്ട് നിലവിളിച്ച് കരയുകയാണ് ദീപ. വിജയകുമാറിന്റെ സംസാരം കേട്ട് ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നിങ്ങളൊന്ന് പോയേ, മോളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്. ദീപയോടൊപ്പം കരയുകയാണ് ദിയയും. വിജയകുമാർ പറയുകയാണ്, എല്ലാം കഴിയുമ്പോൾ കുറ്റങ്ങൾ കെട്ടിവെക്കാൻ ഒരുത്തനുണ്ട്. ഭർത്താവെന്നാണ് അവന്റെ പേര്, അതാണ് അവന്റെ പോസ്റ്റ്. പറയുകയാണ്, അമ്മ പറഞ്ഞത് നേരാണ്. ആ സദാനന്ദനും മോനും കൂടി ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് അച്ഛന്റെ അറിവോടെ ആയിരിക്കും എന്ന് ദിയ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ദിയയുടെ കഴുത്തിന് പിടിക്കുകയാണ് വിജയകുമാർ. എന്ത് പറഞ്ഞടി എന്ന് വിജയകുമാർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വിജയകുമാറിനെ തട്ടിമാറ്റി ഭാഗ്യലക്ഷ്മി പറയുകയാണ്, തൊട്ടുപോകരുത് എന്റെ മോളെ, അവളെ തൊടാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അവകാശമില്ലടി, ഒരവകാശവും ഇല്ല. അതുകൊണ്ട് ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് അന്തസ്സായിട്ട് പറയാം, ഇങ്ങനെ 2 മക്കൾ എനിക്കില്ലാന്ന്. 2 എണ്ണത്തിനെയും കൂടി പച്ചയ്ക്ക് കത്തിക്കിടി, ഇരട്ടെ നാശങ്ങൾ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് വിജയകുമാർ. കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീഴുകയാണ് ദീപ. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ദീപയെ ഭാഗ്യലക്ഷ്മിയും ദിയയും. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കോടതിയിൽ പോകാത്തതിന് പലരും എന്നെ വിമർശിച്ചു. എന്റെ മൂത്ത മകളെ കുറിച്ച് എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം കോടതി കൂടിയപ്പോൾ ഞാൻ പോകാതിരുന്നത്. പിന്നീട് പോകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് യുദ്ധമായിരുന്നു അമ്മയുടെ മനസ്സിനകത്ത്. അവസാനം കൊല ചെയ്യപ്പെട്ട ശ്രീകുമാറും അവന്റെ അച്ഛനും അമ്മയും പിന്നെ മോൾ ഉൾപ്പെടെയുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഞാൻ പോലും അറിയാതെ എന്നെ കോടതിയിലേക്ക് നയിക്കുകയായിരുന്നു. ഏതൊരു വ്യക്തിയും താഴ്ന്നു പോകുന്നത് അവരുടെ മക്കളുടെ കാര്യം വരുമ്പോഴാണ്. മരണത്തിന് മുൻപിൽ പോലും ഞങ്ങൾ അമ്മമാര് പിടിച്ചു നിൽക്കും. എന്നാൽ മക്കൾക്ക് ആപത്ത് വന്നാൽ അത് സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ദിയ പറയുകയാണ്, അമ്മ ഒരു തെറ്റ് ചെയ്തു. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അതെന്നോട് പറയാമായിരുന്നു. അബദ്ധം പറ്റിയത് ദീപയ്ക്കാണ്, അവള് പോലും ഒന്നും അറിഞ്ഞിട്ടില്ല. അവളെ ഞാൻ ഒന്നും അറിയിക്കില്ല, കാരണം എനിക്കറിയാം എന്റെ മോള് നിരപരാധിയാണെന്ന്. അമ്മ എന്നോട് ഇക്കാര്യം നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ ഇക്കാര്യം ചേച്ചിയോട് ഷെയർ ചെയ്യുമായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് അറിഞ്ഞത്, അതും എന്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്തായാലും നടന്നത് നടന്നു. ഇനി ഈ സാഹചര്യത്തെ മറികടക്കാനുള്ള കരുത്ത് എന്റെ മോൾക്ക് കിട്ടണമെന്നാണ് എന്റെ പ്രാർത്ഥന. പിന്നീട് കാണിക്കുന്നത് വിജയകുമാറിന്റെ തറവാട്ട് വീടാണ്. വിജയകുമാർ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് വിജയകുമാറിന്റെ അച്ഛൻ പറയുകയാണ്, ഭദ്രേ, ദേ എത്തി നമ്മൾ പ്രതീക്ഷിച്ച ആള്. അകത്തേക്ക് കയറി വന്ന വിജയകുമാർ ചോദിക്കുകയാണ്, ഇപ്പോൾ എന്തായി? എന്നെ ആക്ഷേപിച്ചാണല്ലോ അവസാനം ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ പറഞ്ഞയച്ചത്. അന്ന് ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായില്ലേ? വിജയകുമാറിന്റെ അച്ഛൻ പറയുകയാണ്, പറഞ്ഞടാ, ഞങ്ങളുടെ മരുമോൾ ഞങ്ങളോടെല്ലാം പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറായതാണ്. പക്ഷെ അങ്ങോട്ട് പോയി അവളുടെ സങ്കടം കാണാൻ വയ്യ. അതുകൊണ്ടാണ് പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. അതെ, ഈ വീടിന്റെ മരുമോള് കളിക്കുന്നത് നിസ്സാരക്കാരോടല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അർത്ഥവും ആയുധവും ഉള്ളവരോട് യുദ്ധം ചെയ്യരുതെന്ന് ഞാൻ ഒരുപാട് വട്ടം അവളെ ഓർമ്മിപ്പിച്ചതാണ്. അമ്മ ചോദിക്കുകയാണ്, എടാ, ആരാടാ ദീപമോൾ നിന്റെ? ഉത്തരം പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് വിജയകുമാർ. അന്നേരം അച്ഛൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ചോദിച്ചത് കേട്ടില്ലേടാ, ആരാടാ ദീപമോൾ നിന്റെ എന്ന്? അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിനക്കും നിന്റെ 3 മക്കളിൽ ഏറ്റവും സാധുവാണ് ദീപമോൾ. ആ കുഞ്ഞിനൊരു ആപത്ത് വരുമ്പോൾ അത് സ്വന്തം ഭാര്യയുടെ തലയിൽ കെട്ടിവച്ച് എതിരാളികളെ പാടി പുകഴ്ത്തുന്ന നിന്നെ ഈ നിലയിൽ ഭർത്താവായി നിലനിർത്തുന്നതാണ് ഭാഗ്യലക്ഷ്മിക്ക് പറ്റിയ തെറ്റ്. അമ്മ പറയുകയാണ്, കുടിച്ചു കൂത്താടി വീട്ടു ചെലവിന് കൊടുക്കാതെ കയറി ചെല്ലുമ്പോഴും നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം വെച്ച് വിളമ്പി തരുന്നില്ലേ അവള്?
ഓ, ഇവിടെ വന്നാലും ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും കഴിഞ്ഞ ദിവസം ഞാൻ വന്നത് മരുമോളെ ഒന്ന് നിയന്ത്രിക്കണമെന്ന് പറയാനാണ്. ദേഷ്യപ്പെട്ട അച്ഛൻ ചോദിക്കുകയാണ്, എടാ, എങ്ങനെയാടാ ഞങ്ങളുടെ മരുമകളെ നിയന്ത്രിക്കേണ്ടത്? അവള് നിയമം വിട്ട് സഞ്ചരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണോ? കണ്ട കാഴ്ചകൾ കണ്ടില്ല എന്ന് കോടതിയിൽ പറയണോ? എടാ, സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി വിരമിച്ച ഒരാളാണ് ഞാൻ. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠമുണ്ട്. അത് നീയും കേട്ടിട്ടുള്ളതാണ്. ഏറ്റവും വലിയ കോടതി നമ്മൾ മനുഷ്യരുണ്ടാക്കിയതല്ല. സുപ്രീം കോടതിക്ക് മുകളിലും നിയമം പറയുന്ന ഒരാളുണ്ട്. സത്യം മാത്രം കേൾക്കുന്ന ഒരാൾ. ആ കോടതിയിൽ ആരാണോ ശരി, അയാൾക്ക് ദൈവം മാർക്കിടൂ. അവർക്ക് എന്നും മനസമാധാനം കിട്ടൂ. കളിയാക്കി വിജയകുമാർ ചോദിക്കുകയാണ്, എന്നിട്ട് എന്തായി? നെട്ടോട്ടം ഓടേണ്ടി വരുന്നില്ലേ ഇപ്പോൾ? ധർമ്മത്തെയും സത്യത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്ന ഒരുത്തിക്ക്? അച്ഛൻ പറയുകയാണ്, കള്ളം പറയാൻ മാത്രം കോടതിയിൽ പോകുന്ന ഒരുത്തനോട് അവളുടെ വേദന പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്നാൽ ഞങ്ങൾക്കതറിയാം. വിജയകുമാർ പറയുകയാണ്, ആകെ എന്റെ കുടുംബത്തോട് കൂറുള്ളത് എന്റെ മോന് മാത്രമാണ്. അവന്റെ ഭാവി ഏത് നിലയിൽ ആകുമെന്ന് അച്ഛൻ ഇപ്പോൾ പറഞ്ഞ പരമോന്നത നീതിപീഠത്തിന്റെ ദൈവത്തിന് മാത്രമേ അറിയൂ. എന്നാ പിന്നെ ഒരുങ്ങിയിരിക്കുകയല്ലേ, ചെന്ന് സമാധാനിപ്പിക്കുക. ഉന്നാര മരുമോളുടെ കണ്ണീരൊപ്പ് രണ്ടാളും. ഇത്രയും പറഞ്ഞ് വിജയകുമാർ പോകാനോട് ഒരുങ്ങുമ്പോൾ വിജയാന്ന് ദേഷ്യത്തോടെ വിളിക്കുകയാണ് അച്ഛൻ. നിന്റെ മോൾക്കുണ്ടായ അപകടത്തിൽ നിനക്ക് ഒരു സങ്കടവും ഇല്ലേടാ? ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാവുന്നതിൽ അപ്പുറമാണ് ദീപമോൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിലെനിക്ക് സങ്കടമില്ലാതിരിക്കോ അച്ഛാ? പക്ഷെ ആ സങ്കടത്തിനേക്കാളും എന്റെ മനസ്സിൽ ദേഷ്യമുണ്ട് എന്റെ ഭാര്യ എന്ന പിശാചിനോട്. അവളുടെ ദേഹത്ത് കയറിയ സാത്താനെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അവൾക്ക് മുന്നേ അവളുടെ മകളുടെ കർമ്മം ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? സ്വന്തം അമ്മ തന്നെ മോളെ കൊല്ലുമെന്ന്. അത്രയും പറഞ്ഞ ദേഷ്യത്തോടുകൂടി അവിടെ നിന്നും പോവുകയാണ് വിജയകുമാർ. പോയ ശേഷം അച്ഛൻ പറയുകയാണ്, കോടതി മുറിയിൽ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരുത്തനോട് വാദിച്ചു ജയിക്കാൻ ഒക്കില്ല. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ദീപയാണ്. അതിൽ കൂടി നിന്ന് ഭാഗ്യലക്ഷ്മി സങ്കടത്തോടുകൂടി ദീപയെ നോക്കി തന്നെ നിൽക്കുകയാണ്. സങ്കടപ്പെട്ട ഭാഗ്യലക്ഷ്മി ദിയയോട് പറയുകയാണ്, മോളുടെ ഹൃദയം നിന്നുപോയി കാണും. അതുകൊണ്ടാണ് ഈ സിജിയിൽ ഇങ്ങനെ വേരിയേഷൻ ഉണ്ടായത്. പറയുകയാണ്, എന്ന് വെച്ചാൽ ചേച്ചി ഇതൊട്ടും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലോ. അതേസമയം ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് വിജയകുമാറിന്റെ അച്ഛനും അമ്മയും. മുത്തശ്ശാന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ദിയ. ദിയ പറയുകയാണ്, ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തച്ഛ. അത് ഞങ്ങൾക്ക് അറിയില്ലേ മോളെ? അത് അറിയാത്ത ഒരുത്തനുണ്ട്, മോളുടെ അച്ഛൻ. അവൻ വന്നിരുന്നു മോളുടെ അമ്മയെ പ്രതിക്കൂട്ടിലാക്കാൻ. അമ്മ പറയുകയാണ്, കോടതിയിലെ വിസ്താരവും പോരാഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് വന്നതാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ മക്കളെ മനസ്സിലാക്കാത്ത, ആശ്വസിപ്പിക്കാത്ത ഒരച്ഛൻ എന്റെ ഗതികേട അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു സങ്കടപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി. ജയകുമാറിന്റെ അച്ഛൻ ചോദിക്കുകയാണ്, ദീപമോൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? കരഞ്ഞുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോള് മരിച്ചതുപോലെ ആയിപ്പോയി. ദീപമോളെ അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ. അറിഞ്ഞുകൊണ്ടവൾ ഒരു തെറ്റും ചെയ്യില്ല. മോളെ ട്രാപ്പിലാക്കിയതാണ്. പറയുകയാണ്, അതൊന്നും ഞങ്ങളോട് പറയണ്ട മോളെ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ ഒരു പാവപ്പെട്ട കുട്ടി വേറെയില്ല. പിന്നെ നിന്റെ ഭർത്താവിന് ഇതൊക്കെ അറിയാമായിരുന്നിട്ടും അവൻ നിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അതിന് തെറ്റുകാരി നീയാണ് മോളെ. അവന്റെ അച്ഛനും അമ്മയുമാണ് ഞങ്ങള്. എന്നിട്ടും ഞങ്ങൾ പറയുകയാണ് അവനെ കളയേണ്ട സമയം കഴിഞ്ഞു. ഇത് കേട്ട് ദിയ പറയുകയാണ്, ഇത് ഞാനും അമ്മയോട് പറയാറുണ്ട്. അമ്മ ചോദിക്കുകയാണ്, ഇതുപോലെ ഒരുത്തനെ എന്തിനാണ് മോളെ നിനക്ക്? കുട്ടികളുടെ അച്ഛനെന്ന് പറയിക്കാനോ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അത് തന്നെയാണ് സത്യം. പിന്നെ മോൾക്ക് മാത്രമേ ഈ അഭിപ്രായം ഉള്ളൂ. ദീപവും ദീപയും അച്ഛനും അമ്മയും വേർപിരിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിനെ എതിർക്കുന്നവരാണ്. അതുകൊണ്ട് കടിച്ചു തൂങ്ങുകയാണ് എല്ലാം സഹിച്ച്. അച്ഛൻ പറയുകയാണ്, ബന്ധങ്ങൾ ശരിയായിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ മോളെ. എല്ലാ മനുഷ്യർക്കും ഓരോ ധർമ്മമുണ്ട്. അച്ഛൻ അച്ഛന്റെ ധർമ്മവും കടമയും ചെയ്തില്ലെങ്കിൽ അവനെ നിലനിർത്തുന്നതിൽ അർത്ഥമില്ല. ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടും ഒരു രൂപ മെഡിസിന് പഠിക്കുന്ന മോന് അവൻ അറിഞ്ഞു കൊടുക്കുന്നുണ്ടോ? അവന്റെ ബാങ്ക് ബാലൻസ് നോക്കിയാൽ ഇപ്പോഴും 10,000-10,000 കാണൂ. അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകും അവന്റെ ജൂനിയേഴ്സിന്റെ അക്കൗണ്ടിൽ. ഇതെല്ലാം അനാവശ്യമായിട്ട് കളയുകയല്ലേ? ഒറ്റയ്ക്ക് തന്നെയാണ് നീ കുടുംബം ചുമക്കുന്നത്. എന്നാ പിന്നെ ഒറ്റയ്ക്ക് തന്നെ മതിയെന്നങ്ങ് തീരുമാനിച്ചുകൂടെ? അമ്മ പറയുകയാണ്, അവൻ കുടിച്ചൊക്കെ പൈസ അനാവശ്യമായി കളഞ്ഞു നടക്കട്ടെ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോളുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ധൈര്യവുമില്ലാത്ത കുട്ടിയാണ്. എന്റെ ഇടം ഒട്ടുമില്ല അതിന്. കാണാൻ പറ്റുമോ മോളെ? ആരെങ്കിലും പുറത്തോട്ട് വരട്ടെ അച്ഛാ, ഞാൻ ചോദിക്കാം. പിന്നീട് സദാനന്ദന്റെ വീട്ടിലേക്ക് എത്തുകയാണ് വിജയകുമാർ. ആർത്തിയുടെ അമ്മയെ കണ്ട് വിജയകുമാർ ചോദിക്കുകയാണ്, എവിടെ കാരണവര്?
സാറിന്റെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാണ്. മകനും അച്ഛനും ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്നത് സാറാണ്. കോടതിയിൽ അവർക്ക് അനുകൂലമായി വിധി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് സാറാണ്. അങ്ങനെയുള്ള സാറിനെ അവർ തിരിഞ്ഞു കൊത്തിയെങ്കിൽ അവരെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.